വെടിവഴിപാടിനുള്ള രസീത് പേരും നാളും കമ്മിറ്റി ഓഫീസിൽ കൊടുത്ത് രസീതാക്കേണ്ടതാണ്. അമ്മേ ശരണം, ദേവി ശരണം. എല്ലാ വഴിപാടുകൾക്കും കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക. അമ്മേ ശരണം. ശോഭയും മുരളിയും ഇന്നലെ എത്താൻ വളരെ വൈകിയല്ലേ? അതെ, വിമാനം ഒരുപാട് വൈകി. രാത്രി 2 മണിയായി. വിമാനം വൈകിയല്ലേ? അല്പം വൈകി. അച്ഛന് ചായ എടുക്കട്ടെ? തേവാരവും പ്രാർത്ഥനയും കഴിഞ്ഞ് ഇത്തിരി കഞ്ഞി, അതാ ഇപ്പൊ പതിവ്. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉണ്ട്. അല്ല, മോള് എഴുന്നേറ്റില്ലേ? വൈകി എത്തിയതല്ലേ, എണീറ്റിട്ടുണ്ടാവില്ല. കിടക്കട്ടെ, അവളുടെ വലിയ ആഗ്രഹമായിരുന്നില്ലേ തറവാട്ടിൽ ഉത്സവം കാണുക എന്നുള്ളത്. അതെ, ഇവിടെ എത്തുന്നത് വരെ അവൾക്കിത് മാത്രമേ പറയാൻ നേരണ്ടായിരുന്നുള്ളൂ. തറവാട്ടിലെ തെയ്യം അമ്മ പറഞ്ഞ് അവളുടെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു. ഇനി നിങ്ങൾ പോയാ പിന്നെ 10 വർഷം കഴിഞ്ഞല്ലേ തറവാട്ടിലേക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല, 2-3 വർഷം കഴിഞ്ഞ് വരാലോ. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ.
തറവാട്ടിലെത്തി. ഇന്നാണ് ഞാൻ കാത്തിരുന്ന ഉത്സവം. എനിക്ക് പ്രിയപ്പെട്ട തെയ്യത്തെ നേരിട്ട് കാണണം. ചേച്ചി എപ്പോഴാണ് അമേരിക്കയിലേക്ക്? നാളെ ഉത്സവം കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ 10 മണിക്കാ ഫ്ലൈറ്റ്. അത് രാവിലെ പോണം. ചേച്ചി ഇനി നാട്ടിലേക്ക് വരാൻ കുറച്ച് വർഷമാവില്ലേ? ആ, മുരളിയേട്ടന് നല്ല ജോലി നോക്കണം. പിന്നെ ചിക്കുനെ നല്ല സ്കൂളിൽ ചേർക്കണം. ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ഒരു 3-4 വർഷം എടുക്കും. ആ മോളെത്തിയോ? പോയി മോൻ കൈകി വാ, ചായ എടുക്ക ചെല്ലേ. ഞങ്ങൾ അമ്പലത്തിൽ പോയി. നീ നല്ല ഓർക്കായിരുന്നു, വിളിക്കണ്ട വിചാരിച്ചു. കഴിഞ്ഞ ഉത്സവത്തിന് ഞാനാ ചിക്കുനെ തറാണിക്കാൻ കൊണ്ടുപോയേ. മോൾക്ക് ഓർമ്മയുണ്ടോ? അവൾക്ക് എവിടുന്ന് ഓർമ്മ ഉണ്ടാവാനാ? അന്ന് അവൾക്ക് 3 വയസ്സല്ലേ ഉള്ളൂ. ആ, അതൊക്കെ അവക്ക് നല്ല ഓർമ്മയാ. അവിടുത്തെ അമ്മയ്ക്ക് നാട്ടിലെ കഥ പറയാനാ എപ്പോഴും നേരം. അതൊക്കെ കേട്ടിട്ട് തെയ്യം അവക്ക് വലിയ ഇഷ്ടായി. 1 മാസം മുമ്പേ ഇങ്ങോട്ടുള്ള യാത്രയായിരുന്നു അവളുടെ സ്വപ്നം. ഉം. ആ മോള് നടക്ക്, അമ്മ എണ്ണയായിട്ട് വരാം ചെല്ലേ. ഇതെവിടുന്നാ? നമ്മളെ പറമ്പൊന്നും പെട്ടിതാ, ദേവിക്ക് നേർച്ച കൊടുക്കാനാ. കളിച്ചോ. പൊട്ടിക്കല്ലേ? ആ മോൾ ഇവിടെ നിൽക്കുക, അമ്മ എണ്ണ തേപ്പിച്ച് തരാം. വാ, നന്നായിട്ടൊന്ന് കുളിച്ചാ ക്ഷീണൊക്കെ മാറും. വാ. അമ്മൂമ്മ, അതെന്താ 10 വർഷം കഴിഞ്ഞിട്ട് ഉത്സവം നടക്കുന്നതിന്റെ കാരണം? അതൊക്കെ പഴയ കാലത്തെ ഓരോ രീതികളാണ് മോളെ. ഭഗവതിയോട് പ്രാർത്ഥിച്ചാൽ എന്നും നടക്കുന്ന അച്ഛമ്മ പറഞ്ഞല്ലോ. എന്താ മോളെ സംശയം? ഭഗവതി വിളിച്ചാ വിളിപ്പുറത്താ. അത്രയ്ക്ക് ശക്തിയുള്ള ഭഗവതിയാ നമ്മുടെ തറവാട്ടമ്പലത്തില്. ഇനി കുറച്ചു നേരം നന്നായി എണ്ണ പിടിക്കട്ടെ. അപ്പോഴേക്കും ചൂടുവെള്ളം റെഡിയാവും. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. എന്താ മോളെ? മോളെ, എന്താ മോളെ? സാരല്ല, മോൾക്കറിയണ്ടോ. സാരില്ല മോളെ, ഒന്നുമില്ല. ശ്രീകുട്ടിയുടെ കയ്യിൽ പാഡ് ഉണ്ടോ? ഞാനിപ്പോ വരാം. സാരില്ല മോളെ, സാരില്ല.
എന്താ കാര്യം? മോളെ ചിക്കൻ മെൻസസായി. എന്റെ കയ്യിൽ പാഡ് ഉണ്ടോ? വാ നോക്കാം. നോക്ക്. എന്താ സംഭവിച്ചേ? ചിക്ക് പുറത്തായി. വലിയ കഷ്ടായി പോയി. ആ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചത് ഇപ്രാവശ്യത്തെ തെയ്യം കാണണമെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്ന് കൊടുക്കോ? ആ. ഈ അവസ്ഥയിൽ അമ്പലത്തിൽ കയറാനും പറ്റില്ലല്ലോ, തീണ്ടലായില്ലേ. അതും ശരിയാണ്. എന്ത് ചെയ്യാനാ? ആ കുട്ടിയെ എങ്ങനെയാ സമാധാനിപ്പിക്കുക? മോളും കുടുംബവും നാളെ അമേരിക്കയിലേക്ക് പോകാല്ലേ? 2 മക്കളുള്ളത്, 2 ആളും 2 ഇടത്ത്. ആളുകൾക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷ. ഒരാൾ ദുബായിൽ, ഒരാൾ അമേരിക്കയിൽ. അത് അവരുടെ ജീവിതം. അതും തേടി അവർ പോയി. ഈ നാട്ടിൽ വേലുവേട്ടൻ്റെ മക്കളെ പോലെ പഠിപ്പും വിദ്യാഭ്യാസമുള്ള വേറെ ഏത് കുട്ടികളാണുള്ളത്? എന്തായാലും വേലുവേട്ടൻ ഭാഗ്യവാനാ. അതൊക്കെ ശരിയാ. പണ്ടുള്ളവർ പറയും, കുടുംബത്തിൽ ഒരു മകനെയെങ്കിലും കുലത്തൊഴിൽ പഠിപ്പിക്കണമെന്ന്. അതെന്തിനാണെന്നറിയോ നിനക്ക്? കുലത്തൊഴിൽ വീടും പരിസരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവസാന കാലം ഒരാളെങ്കിലും വീട്ടിലുണ്ടാവും. ഞാനും നീയൊക്കെ കുലത്തൊഴിൽ ചെയ്താ, എന്നിട്ട് എന്ത് നേടി? ഒരു കണക്കിന് അതും ശരിയാ. ഞാനിത് അമ്പലത്തിൽ കൊടുത്തിട്ട് വരാം. ആ ശരി, നീ പോയി കൊടുത്തിട്ട് വാ. ആ എന്നാ ഞങ്ങളുണ്ട് പോലെ. വാ പോവാ. ഇവൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദൂരം സമയമില്ലാത്ത സമയത്ത് പോലും നാട്ടിലേക്ക് വന്നത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക് കാവലുത്സവം കാണാൻ. എന്ത് ചെയ്യാനാ, ഇവക്ക് എത്ര ഇഷ്ടമായിരുന്നു എന്ന് എനിക്കും അറിയാം. പക്ഷെ ഇതിത്ര നേരത്തെ ഉണ്ടാവുമെന്ന് ഞാനും കരുതിയില്ല. മോളെ, ഇനി വൈകണ്ട. ദീപാരാധനയ്ക്കുള്ള സമയമായി. അവൾ ഇവിടെ ഇരുന്നോട്ടെ, കൂട്ടിന് ഞാനുണ്ടല്ലോ. ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും കാവിൽ പോയി തൊഴണം. ഇല്ല അച്ഛാ, ഇവളൊറ്റയ്ക്കാക്കിയിട്ട് ഞാനും പോകുന്നില്ല. മോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീ ചെന്ന് പറയെടുപ്പും കൽപ്പനയും കഴിഞ്ഞ് പോര്. വന്നിട്ട് അമ്പലത്തിൽ കയറാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയാ. അമ്മ പോയിട്ട് വാ, ഞാൻ ഇവിടെ മുത്തച്ഛനോട് ഇരുന്നോളാം. ചെല്ലമ്മേ, എനിക്കൊരു സങ്കടവും ഇല്ല. ഇങ്ങനെ ആയതുകൊണ്ടല്ലേ. അമ്മ പോയിട്ട് വാ. മോക്ക് വിഷമമൊന്നുമില്ലല്ലോ? എന്റെ അച്ഛ, ഈ അമ്മയും കൂട്ടി വേഗം ഒന്ന് അമ്പലത്തിൽ പോയേ. ഞാൻ പറഞ്ഞില്ലേ, അവള് മിടുക്കിയ. അവളിവിടെ ഇരുന്നോട്ടെ, കൂട്ടിന് ഞാനുണ്ടല്ലോ. അച്ഛൻ പോയിട്ട് വരട്ടെ മോളെ. ശരി. വാ. ശരി, അമ്മ പോയിട്ട് വരാം. ആ ചെല്ലേ. ഇത്തവണ ഉത്സവേ പൊടി പൊടിക്കും. യാനയും തറയും എല്ലാം കൂടി ഒരു പൂരാ. ഏതായാലും അമ്പലത്തിൽ പോവാൻ പറ്റില്ല. അതെ. മണിയേ, നീ മുകളിൽ പോയിട്ട് ഒരു കുപ്പി എടുത്തു വാ. നമുക്ക് 2 അടിക്കാം. ചെല്ല്. ഞാൻ എടുത്തിട്ട് വാറ. മണിയെ, ഞാനൊന്ന് കിടക്കട്ടെ.
അത്യാവശ്യ സമയത്തിന് ഈ തമിഴൻ ചെക്കൻ എവിടെ പോയി കിടക്കുക? ഒരു കാര്യത്തിനും കിട്ടൂലെന്ന് വെച്ചാ അവനിങ്ങോട്ട് വരട്ടെ, ഞാൻ കൊടുക്കാം. അമ്മേ പോയി വരട്ടെ. ശരി മോളെ. അച്ഛാ പോയി വരട്ടെ. ശരി അമ്മ. ശരി മോളെ. ശരി മോനെ. അച്ഛാ പോയിട്ട് ശരി. വരാം. പോട്ടെ കേട്ടോ. ഇപ്രാവശ്യം മൂക്ക് തെയ്യം കാണാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യവും മോള് നേരത്തെ വരണം തെയ്യം കാണാൻ. ചെല്ലു ശരി. വാ. ശരി എന്നാ പോവായോ? പോവാണ്. അടുത്ത തവണ വരുമ്പോൾ കാണാം. ശരി. ശരി മോളെ.